ഓക്കെ, അപ്പോൾ പൊതുവെ എല്ലാവരും ഗെയിമിംഗ് പി സി ബിൽഡ് ചെയ്യുന്നത് ഗെയിമിങ്ങിനും സ്ട്രീമിങ്ങിനും വേണ്ടിയിട്ടായിരിക്കും. എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്യുന്നവരുടെ എണ്ണം ഇപ്പോൾ വളരെയധികം കുറവാണെന്നാണ് എൻ്റെ ഒരു ഇത് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും നോക്കുന്ന ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു 50K to 60K ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു 60K ബഡ്ജറ്റിൽ ഒരു അടിപൊളി ഗെയിമിംഗ് പി സിയാണ് ബിൽഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളെ ചാനലിൽ ഒരുപാട് ഗെയിമിംഗ് പി സി ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും 6GB ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ബിൽഡ് ഇതുവരെ ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6GB നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വാല്യൂ അല്ലെങ്കിൽ ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് കിട്ടാവുന്ന ബെസ്റ്റ് കോമ്പോണൻറ്റ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കില്ല. 6GBക്ക് വേണ്ടി നമുക്ക് കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 6GB ആൻഡ് നോൺ 6GB കമ്പാരിസൺ പ്രൈസ് കൂടി പറയുന്നുണ്ട്. അതായത് നമുക്ക് 6GB ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം പ്രൈസ് വേരിയേഷൻ വരുന്നുണ്ട്. പൊതുവേ ഒരു 5000 അല്ലെങ്കിൽ ഒരു 10000 രൂപയുടെ ഡിഫറൻസ് എന്തായാലും വരും നമ്മൾ 6GB ഇൻക്ലൂഡ് ചെയ്താൽ. പക്ഷേ നമ്മുടെ പി സിക്ക് ഒരു കിടിലൻ ലുക്കായിരിക്കും. അപ്പോൾ വീഡിയോ തുറന്ന് കാണുന്നതിന് മുമ്പായിട്ട് ചാനൽ നിങ്ങൾ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം ഈ ഒരു ചാനൽ ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു പി സി ബിൽഡിന് യൂസ് ചെയ്യാൻ പോകുന്ന പാർട്സ് എന്തൊക്കെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പി സി ബിൽഡിൽ യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ ഇൻ്റലിൻ്റെ 11th ജനറേഷൻ i5 പ്രൊസസ്സറാണ്. ഇതൊരു 6 കോർ 12 ത്രെഡ് പ്രൊസസ്സറാണ്. അപ്പോൾ ഈ ഒരു പ്രൊസസ്സറിൻ്റെ ബേസ് ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ 2.60 GHz ടെർബോ വരുന്നത് 4.40 GHz ആണ്. അപ്പോൾ ഈ ഒരു പ്രൊസസ്സറിനകത്ത് ഇൻബിൽഡ് ഗ്രാഫിക്സ് വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഡിസ്പ്ലേ കിട്ടണമെങ്കിൽ എന്തായാലും നമ്മൾ ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അടുത്ത നമ്മളോട് യൂസ് ചെയ്യാൻ നമ്മുടെ മദർ ബോർഡ് നോക്കുകയാണെങ്കിൽ ASUSൻ്റെ H510MA വൈഫൈ മദർ ബോർഡാണ്. ഇതിനകത്ത് 2 RAM സ്ലോട്ടേ വരുന്നുള്ളൂ. ഇൻബിൽഡ് വൈഫൈ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓറാ സിങ്ക് RGB ഫ്യൂഷൻ വരുന്നുണ്ട്. അതായത് നമ്മൾ RGB ഫാനും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ RGB റാമിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഓറാ സിങ്ക് എന്ന് പറയുന്നത്. പിന്നെ നമുക്കിതിനകത്ത് ഒരു M.2 NVMe സ്ലോട്ട് കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മദർ ബോർഡ് ചൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ASUSൻ്റെ H510 മദർ ബോർഡ് ചൂസ് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് B560 മദർ ബോർഡ് ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ B560 മദർ ബോർഡും H510ഉം F സീരീസ് പ്രൊസസ്സർ യൂസ് ചെയ്യുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നതായിരിക്കില്ല. അടുത്ത നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന റാം നോക്കുകയാണെങ്കിൽ 16GBയുടെ DDR4 3200 MHz റാമാണ്. അപ്പോൾ സിംഗിൾ സ്റ്റിക്ക് റാം എടുക്കുകയാണെങ്കിൽ 16GBയുടെ സിംഗിൾ സ്റ്റിക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ വ്യത്യാസം വരുന്നതായിരിക്കും. 2 8GB സ്റ്റിക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു 500 രൂപയുടെ ഡിഫറൻസ് കാണും. അതായത് 2 8GB എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു 500 രൂപ കൂടുതലായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് സിംഗിൾ 16GB എടുക്കുന്നതായിരിക്കും നല്ല കാര്യം. ഇതിനകത്ത് 2 RAM സ്ലോട്ടേ ഉള്ളൂ. ഫ്യൂച്ചറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 16GBയുടെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ 32GB കിട്ടുന്നതായിരിക്കും. അടുത്ത ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ ADATയുടെ സോഡ് ഫിഷ് എന്ന് പറയുന്ന 500GBയുടെ M.2 NVMe ആണ് ഇതിനകത്ത് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് നോക്കുകയാണെങ്കിൽ 1800 MBയും 1200 MB ആണ് വരുന്നത്. ഈ ഒരു M.2 NVMeക്ക് നമുക്ക് ഹീറ്റ് സിങ്ക് കൂടി കിട്ടുന്നുണ്ട്. അപ്പം നല്ലൊരു കാര്യം തന്നെയാണ്. അത്യാവശ്യം നല്ല ഒരു ബഡ്ജറ്റ് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റായ ADATയുടെ NVMe ആണത്. അടുത്തവിടെ ചൂസ് ചെയ്യാൻ പോകുന്ന പവർ സപ്ലൈ നോക്കുകയാണെങ്കിൽ 550 വാട്ടിൻ്റെ 80+ പവർ സപ്ലൈ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. 550 വാട്ടിൻ്റെ പവർ സപ്ലൈ ചൂസ് ചെയ്യണത് എന്തുകൊണ്ട് നല്ലത് 450യേക്കാളും. കാര്യം നമുക്ക് ഫ്യൂച്ചറിൽ ഗ്രാഫിക്സ് കാർഡ് അപ്ഗ്രേഡ് ചെയ്യുന്നെങ്കിൽ ഒരു മിഡ് ലെവലിൽ നോക്കുകയാണെങ്കിൽ 550 നല്ലതായിരിക്കും. 650 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല, കാര്യം ബഡ്ജറ്റ് കുറച്ച് കൂടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ചൂസ് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡ് നോക്കുകയാണെങ്കിൽ NVIDIAയുടെ GTX 1650 4GB DDR6 ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് കാർഡിൻ്റെ പ്രൈസ് ഇപ്പോൾ ഏകദേശം ചില ഷോപ്പുകളിൽ 19,000 അല്ലെങ്കിൽ 20,000 ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. ചില സ്ഥലത്ത് 22,000 മുകളിലാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് എടുക്കേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഏകദേശം ഒരു 18,000 to 19,000 ആണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു GPU പർച്ചേസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് NVIDIAയുടെ Quadro T600 എന്ന് പറയുന്ന 4GB ഗ്രാഫിക്സ് കാർഡാണ്. അതും ഇതും ഏകദേശമൊക്കെ ഓൾമോസ്റ്റ് സെയിം പെർഫോമൻസ് തന്നെയായിരിക്കും തരുന്നത്. പക്ഷേ എഡിറ്റിങ്ങിൽ കുറച്ചുകൂടെ ബെറ്റർ T600 ആണ്. ഗെയിമിങ്ങിൽ കുറച്ചുകൂടെ ബെറ്റർ 1650 ആണ്. അപ്പോൾ നിങ്ങൾക്ക് 1650 കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് Quadro T600 എടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും യൂസ്ഡ് ഗ്രാഫിക്സ് കാർഡ് ആ ഒരു ഷോപ്പിൽ അവർ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. വിത്ത് 1 year വാറൻറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അത് ചൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ പൊതുവേ എല്ലാ പി സി ബിൽഡിലും നമ്മൾ 6GB ഇൻക്ലൂഡ് ചെയ്യാതെയാണ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പി സി ബിൽഡിൽ ഞാൻ 6GB ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളിവിടെ ചൂസ് ചെയ്യുന്ന PC ക്യാബിനറ്റ് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ എല്ലാ ക്യാബിനറ്റിലും ആൻറ്റി സ്പോർട്സിൻ്റെ ഈ കൊടുത്തേക്കുന്ന എല്ലാ ക്യാബിനറ്റിലും നമുക്ക് ഫ്രണ്ടിൽ 3 RGB ഫാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ റെയർ ബാക്ക് സൈഡിൽ ഒരു RGB ഫാൻ വരുന്നുണ്ട്. അപ്പോൾ 4 RGB ഫാൻ ഈ ഒരു ക്യാബിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 16GBയുടെ റാം
ഏകദേശം 5800 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 6GB കോർസെയർ വെഞ്ചൻസിൻ്റെ 6GB 16GB റാം എടുക്കാതെയാണ്. അങ്ങനെ എടുക്കുമ്പോൾ ഒരു 1000 രൂപ കൂടി അതിൻ്റെ കൂടെ കൂടുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ ടോട്ടൽ കോസ്റ്റ് ഏകദേശം ഒരു 70K അടുപ്പിച്ച് വരുന്നതായിരിക്കും. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഈ ഒരു PCക്കകത്ത് 6GB കോമ്പോണൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങളൊരു ബഡ്ജറ്റിന് വേണ്ടിയിട്ട് നോൺ 6GB ബിൽഡ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ വേണമെങ്കിൽ നിങ്ങൾ 6GB ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് 6GB ഫാൻസ് വരുന്ന ക്യാബിനറ്റ് എടുത്തിട്ട് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊസസ്സറിൻ്റെ കൂടെ ലിക്വിഡ് കൂളർ ആഡ് ചെയ്യാം. അപ്പോൾ ലിക്വിഡ് കൂളർ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു 6GB എഫക്റ്റും കാര്യങ്ങളും അവിടെ വരുന്നതായിരിക്കും. അതും നിങ്ങളുടെ പ്രൊസസ്സറിന് കുറച്ചുകൂടെ നല്ല ഒരു പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ്. അതായത് നിങ്ങളുടെ പ്രൊസസ്സർ ഒരുപാട് ഹീറ്റ് ആവുന്നതായിരിക്കില്ല. അപ്പോൾ ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ നമുക്ക് ലിക്വിഡ് കൂളർ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ RTX 3060 ഗ്രാഫിക്സ് കാർഡ് കൂടി ഫ്യൂച്ചറിൽ ഈ ഒരു PCക്കകത്ത് അപ്ഗ്രേഡ് ചെയ്യാം. ഈ ഒരു 550 വാട്ടിൻ്റെ പവർ സപ്ലൈ യൂസ് ചെയ്തുകൊണ്ട് തന്നെ. അപ്പോൾ RTXൻ്റെ 6GB വരുന്ന ഏതെങ്കിലും ഗ്രാഫിക്സ് കാർഡ് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം അതിലും 6GB വരും. അതുപോലെ തന്നെ റാം വേണമെങ്കിൽ നിങ്ങൾക്ക് 6GB ചൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു 6GB ഫാനും കൂടെയൊക്കെ ആകുമ്പോൾ ഓൾമോസ്റ്റ് ഒരു അത്യാവശ്യം ഒരു അടിപൊളി ലുക്കായിരിക്കും നിങ്ങളുടെ ഗെയിമിംഗ് PCക്ക് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ബഡ്ജറ്റിന് വേണ്ടിയിട്ട് ഞാൻ 6GB ഇൻക്ലൂഡ് ചെയ്യാതെയാണ് പറയുന്നത്. 6GB കേസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ഈ ഒരു ബഡ്ജറ്റിനകത്ത്. അടുത്ത് നമ്മൾ ഈ ഒരു PC ബിൽഡിനകത്ത് യൂസ് ചെയ്യുന്ന മോണിറ്റർ നോക്കുകയാണെങ്കിൽ AOCയുടെ 24 ഇഞ്ചിൻ്റെ ഫുൾ HD 1080p മോണിറ്ററാണ്. ഇതിനകത്ത് IPS പാനലാണ് വരുന്നത്. IPS പാനലായിരിക്കും എപ്പോഴും കളർ റേഷ്യോയ്ക്ക് നല്ലത്. അതായത് നമ്മൾ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് IPS ആണ്. അപ്പോൾ ഇതൊരു കർവ് മോണിറ്റർ അല്ല, ഫ്ലാറ്റ് തിൻ ബെസൽ മോണിറ്ററാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റീഫ്രഷ് റേറ്റ് നോക്കുകയാണെങ്കിൽ 75 Hz ആണ് ഇതിൻ്റെ റീഫ്രഷ് റേറ്റ്. 8 millisecond ആണ് ഇതിൻ്റെ റെസ്പോൺസ് ടൈം വരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ഞാൻ മോണിറ്റേഴ്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അതായത് നിങ്ങൾക്ക് ബഡ്ജറ്റ് സീരീസിൽ മേടിക്കാൻ പറ്റിയ മോണിറ്റേഴ്സ് അണ്ടർ 20K പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഗെയിമിംഗ് മോണിറ്റേഴ്സിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അടുത്തൊരു വീഡിയോയിൽ അങ്ങനെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരത്തേക്കും